ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വേദനയെ പറ്റി ഉള്ള കുറച്ച് ജർമ്മൻ വാക്കുകളാണ്. വേദനയ്ക്ക് പറയുന്ന വാക്ക് ഷ്മേർസൻ എന്നാണ്. ഇപ്പം നമ്മൾ ഫാമിലി ഡോക്ടറെ അടുത്ത് നമ്മൾ എന്തെങ്കിലും അസുഖമായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യും. ബ്ലഡ് പ്രഷറും ടെമ്പറേച്ചറും ഓക്സിജൻ സാച്ചുറേഷനും റെസ്പിറേറ്ററി റേറ്റും ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളോട് നമ്മുടെ കംപ്ലയിൻസ് ചോദിക്കും. ഇപ്പം നമ്മൾക്ക് വേദനയുണ്ടോ, വേദന എത്ര ഇൻറ്റൻസിറ്റിയിലാണ് വേദനയുള്ളത്, എവിടെയാണ് വേദന, എങ്ങനെയുള്ള വേദന, ഇങ്ങനെയൊക്കെ ചോദിക്കും നമ്മളോട്. പ്രധാനപ്പെട്ട കാര്യം ഈ വാക്കുകൾ നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കണം. ഷ്മേർസൻ എന്നുള്ള വാക്കിന് പകരമായിട്ട് വേ എന്നും പറയും. അല്ലെങ്കിൽ വോ ഹാവൻ സി ഷ്മേർസൻ, വോ ടൂറ്റസ് വേ, എവിടെയാണ് നിങ്ങൾക്ക് വേദനയുള്ളത്. അപ്പോൾ ഷബ ബൗഹ് വേ അല്ലെങ്കിൽ ഷബ കൊപ്പ് വേ എന്നും പറയും. വളരെ കുറച്ച് വേദനയുള്ളെങ്കിൽ നമ്മൾ പറയും ലൈഹ്റ്റ് ഷ്മേർസൻ എന്നാണ് പറയുക. തുടർച്ചയായിട്ടുള്ള വേദനയാണെങ്കിൽ പറയുന്നത് അൻഹാൾട്ടൻ്റെ ഷ്മേർസൻ എന്നാണ്. ശക്തിയായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള വേദനയാണെങ്കിൽ അക്കൂട്ട ഷ്മേർസൻ എന്നാണ് പറയുക. മീഡിയം വേദനയാണെങ്കിൽ മിറ്റൽ സ്റ്റാർക്ക് ഷ്മേർസൻ എന്നാണ് പറയുക. തലവേദനയ്ക്ക് പറയുന്നത് കൊപ്പ് ഷ്മേർസൻ എന്നാണ്. നടുവേദനയ്ക്ക് റുക്കൻ ഷ്മേർസൻ, ദേഹം വേദനയ്ക്ക് ഗ്ലീഡർ ഷ്മേർസൻ, തൊണ്ടവേദനയ്ക്ക് ഹാൽസ് ഷ്മേർസൻ എന്നാണ് പറയുക. അതെങ്ങനെയുള്ള വേദനയോ, അതായത് കുത്തിയുള്ള വേദനയാണോ, പൾസേറ്റിംഗ് ആയിട്ടുള്ള വേദനയാണോ, അല്ലെങ്കിൽ ക്രാംസ് ആണോ, കോലിക്കായിട്ടുള്ള വേദനയാണ്, അതായത് എങ്ങനെയാണ് ആ വേദന ഉള്ളത്, അത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. ഇപ്പോൾ തലവേദനയാണെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയാണെങ്കിൽ അതിന് പറയുന്നത് ഫെർനിഖ്റ്റും കൊപ്പ് ഷ്മേർസൻ എന്നാണ് പറയുക. ഡള്ളായിട്ടുള്ള വേദന, അതായത് അസ്വസ്ഥതയും വേദനയും ഉണ്ട് എന്നാൽ അത്ര ശക്തിയില്ലാത്ത വേദനയ്ക്ക് ഡുംഫ ഷ്മേർസൻ എന്നാണ് പറയുക. കിഡ്നി സ്റ്റോൺ ഉള്ളവർ അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വേദന വന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ആ വേദന അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അത് വരും. അതായത് കോൺട്രാക്ഷൻ പോലെ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് അത് കുറച്ച് നേരത്തേക്ക് ആ ശക്തിയുള്ള വേദന. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രാംസ് വരും ചില സമയത്ത്. ഇപ്പോൾ വയറിൽ ക്രാംസ് വരും, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് ഒരു കോൺട്രാക്ഷൻ വന്നിട്ട് കുറച്ച് നേരത്തേക്ക് ആ വേദന ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പോകും. അപ്പം അങ്ങനത്തെ വേദനയെ പറയുന്നത് ക്രാം ഫാറ്റിക ഷ്മേർസൻ അല്ലെങ്കിൽ വെയൻ എന്നാണ് പറയുക. ക്രോണിക് ആയിട്ടുള്ള വേദനയാണെങ്കിൽ അതിനെ ക്രോണിഷ ഷ്മേർസൻ എന്ന് പറയും. കൊളുത്തി വലിക്കുന്ന വേദനയാണ്. ഇപ്പോൾ വയറിൽ കൊളുത്തി വലിക്കുന്ന വേദനയാണെങ്കിൽ നമ്മൾ പറയും സിയൻ്റെ ഷ്മേർസൻ എന്നാണ് പറയുക. കോലിക് ആർട്ടിക ഷ്മേർസൻ എന്ന് പറയുന്നത് ഇപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വരുന്ന അങ്ങനത്തെ വേദനയെ പറയുന്നത് കോലിക് ആർട്ടിക ഷ്മേർസൻ എന്നാണ്. ഇനി ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയാണെങ്കിൽ എർത്രൈഗ്ലിഷ ഷ്മേർസൻ എന്നാണ് പറയുന്നത്. കത്തുന്ന പോലെയുള്ള എന്തോ ഇങ്ങനെ ബേൺ ചെയ്യണ പോലെ തോന്നുകയാണെങ്കിൽ അതിന് പറയുന്നത് ബ്രെന്നൻ്റെ ഷ്മേർസൻ. വയറിൻ്റെ മുകൾ ഭാഗത്താണ് വേദന അല്ലെങ്കിൽ താഴെയാണോ വേദന, മുകൾ ഭാഗത്തുള്ള വേദനയെ ഒബർ ബൗഹ് ഷ്മേർസൻ എന്ന് പറയും. ഇനി വയറിൻ്റെ താഴ്ന്ന കീഴ്ഭാഗത്താണ് വേദന എന്നുണ്ടെങ്കിൽ ഉണ്ടർ ലൈബ് ഷ്മേർസൻ അല്ലെങ്കിൽ ഉണ്ടർ ബൗഹ് ഷ്മേർസൻ എന്നാണ് പറയുക. തലയിൽ ഇങ്ങനെ വന്ന് എന്തോ ഇടിക്കുന്ന പോലെയുള്ള വേദനയാണെങ്കിൽ നമ്മൾ പോഹൻ്റെ ഷ്മേർസൻ എന്ന് പറയും. ഇനി കുത്തിയുള്ള വേദനയാണെങ്കിൽ സ്റ്റെഹൻ്റെ ഷ്മേർസൻ എന്നാണ് പറയുക. നഴ്സിംഗ് ജോബ് ചെയ്യുന്നവരാണെങ്കിലും നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണെങ്കിലും രോഗികളുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യും, രോഗിയെ അസസ് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ബ്ലഡ് പ്രഷറും ടെമ്പറേച്ചറും റെസ്പിറേറ്ററി റേറ്റും അതുപോലെ ഓക്സിജൻ സാച്ചുറേഷനും ചെക്ക് ചെയ്യുന്ന അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പെയിൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്, വേദന മോണിറ്റർ ചെയ്യുന്നു. അപ്പോൾ വേദന എത്ര വേദനയുണ്ട് നമ്മൾ രോഗിയോട് ചോദിക്കുന്നു. ആ രോഗിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വേദനയുടെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ഡോക്ടർ. അപ്പോൾ ആ വേദനയുടെ മരുന്നും നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അഡീഷണൽ മരുന്ന് കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് വേദന മാനേജ് ചെയ്യുന്നത്. 0 മുതൽ 10 വരെയാണ് വേദനയുടെ ഇൻറ്റൻസിറ്റി നമ്മൾ പറയുന്നത്. ഇപ്പോൾ 0 വേദനയാണെങ്കിൽ വേദനയില്ല എന്നാണ് അർത്ഥം. 10 ആണെങ്കിൽ ശക്തിയായിട്ടുള്ള വേദന, അതായത് സഹിക്കാൻ പറ്റാത്ത വേദന. അല്ലെങ്കിൽ 3, 4, 5 ഒക്കെ ആണെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള വേദനയേ ഉള്ളൂ. ഈ പാരാമീറ്റേഴ്സ് വെച്ച് നമ്മൾ ഏർലി വാർണിംഗ് സ്കോർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം അസസ് ചെയ്യുന്നുണ്ട്. അപ്പം 1 മുതൽ 2 വരെയുള്ള ഏർലി വാർണിംഗ് സ്കോർ ആണെങ്കിൽ രോഗിക്ക് പ്രത്യേകിച്ച് ഭയങ്കര അറ്റൻഷനൊന്നും ആവശ്യമില്ല. എന്നാൽ 5 മുതൽ മുകളിലേക്കാണെങ്കിൽ രോഗിയെ നമ്മൾ വളരെയധികം ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം, പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ബ്ലഡ് പ്രഷർ കൂടുതലുള്ള രോഗിയാണെങ്കിൽ ഇനി ശക്തിയായിട്ടുള്ള വേദനയാണെങ്കിൽ ആ വേദന കൊണ്ടായിരിക്കും ഒരുപക്ഷെ രോഗിയുടെ ബ്ലഡ് പ്രഷർ കൂടിയിരിക്കുന്നത്. ആ വേദന മാനേജ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ബ്ലഡ് പ്രഷർ നോർമലൈസ് ചെയ്യാം, താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേദന എത്രയുണ്ടെന്ന് ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. താങ്ക്